ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ തന്നെ ഒരു റിപ്പോർട്ടറുടെ അനുഭവം ഞങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ശസ്ത്രക്രിയയ്ക്ക് രോഗികളെ കൊണ്ട് തന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ ഒരു നിത്യസംഭവമാണ് എന്നാണ്. ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷാഘാതത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ രമ്യയ്ക്ക് 1 ലക്ഷം രൂപയുടെ ശസ്ത്രക്രിയ ഉപകരണമാണ് വാങ്ങി നൽകേണ്ടി വന്നത്. നിർധനരായ ഇവർ നാട്ടുകാരുടെ സഹായത്താലാണ് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. ഇന്നലെ മിഥുൻ സ്വന്തം അനുഭവം തന്നെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരുപാട് പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, തെളിവുകളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. രമ്യ അത്തരത്തിലൊരാളാണ്. വിവരങ്ങൾ എന്താണ്? രമ്യയ്ക്ക് കഴിഞ്ഞ മെയ് മാസം 9-ാം തീയതിയാണ് പക്ഷാഘാതം സംഭവിക്കുന്നത്. ഈ 9-ാം തീയതി പക്ഷാഘാതത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് നിർദ്ദേശിച്ചത്. പക്ഷേ എനിക്കുണ്ടായ അനുഭവത്തിന് സമാനമായി തന്നെ ഉപകരണങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ പുറമേ നിന്ന് വാങ്ങി നൽകണമെന്ന ഈ രമ്യയുടെ മറ്റക്കര സ്വദേശിയായിട്ടുള്ള രമ്യയുടെ ബന്ധുക്കളോട് പറയുകയാണ് ചെയ്തത്. അവരാണെങ്കിൽ തീർത്തും നിർധനരായിട്ടുള്ള ഒരു കുടുംബമാണ്. വളരെ പാവപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ രമ്യയാണെങ്കിൽ തൊട്ടടുത്ത ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുക്കായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതിനിടെയാണ് ഇങ്ങനെ പക്ഷാഘാതം വന്ന് തലച്ചോറിൽ രക്തസ്രാവം സംഭവിച്ച് ഇത്തരത്തിൽ തലചുറ്റി വീണത്. ഇവരോട് പറഞ്ഞിരുന്നത് ഈ ലിസ്റ്റ് ഇവർക്ക് വാങ്ങേണ്ട, പുറമേ നിന്ന് വാങ്ങേണ്ട ലിസ്റ്റുകൾ അവർക്ക് കൊടുത്തു. ഇവർ ഇത് പ്രകാരം നോക്കുമ്പോൾ ഏതാണ്ട് ലക്ഷങ്ങളാണ് വില വരുന്നത് എന്നുള്ളതാണ് ഈ സാധനങ്ങൾക്ക്. ഈ കോയിലുകൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഒരെണ്ണത്തിന് 40,000 രൂപ വില വരും. അത് 2 എണ്ണമാണ് വേണമെന്ന് പറഞ്ഞത്. ഈ സർജറി തുടങ്ങുന്ന സമയത്ത് സർജറിക്കിടെ തന്നെ ഈ കോയിലുകളുടെ എണ്ണം കൂടുതലായി വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ഇവരോട് കരുതണമെന്നും പറയേണ്ടി വന്നു. ഒപ്പം തന്നെ മറ്റ് ചില കിറ്റുകൾ, അതായത് 40,000 രൂപ വിലയുള്ള ഈ കോയിലുകൾക്ക് പുറമെ 8,000 മുതൽ 9,000 രൂപ വില വരുന്ന ഗൈഡ് വയർ, അതുപോലെ തന്നെ 1,500 മുതൽ 2,000 രൂപ വരെ വില വരുന്ന ശസ്ത്രക്രിയ DSI കിറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ഒരു ലിസ്റ്റാണ് ഇവർക്ക് നൽകിയത്. 1 ലക്ഷത്തിൽ കൂടുതൽ വില ഇവർക്ക് വരുമായിരുന്നു. ഇവർ ഈ ബില്ല് കണ്ട് അന്തം വിട്ടു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക. ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. തലച്ചോറിൽ രക്തസ്രാവം വന്നിട്ടുള്ള രോഗി ഈ ആശുപത്രിയിൽ കിടക്കുമ്പോഴായിരുന്നു ഈ വിലപേശൽ എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഇവർക്ക് വേറെ വഴിയില്ലാതെ നാട്ടിലെ തന്നെ ഒരു സന്നദ്ധ സംഘടനയായിട്ടുള്ള സബർമതി ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുകയും അവർ നാട്ടുകാരെല്ലാം ചേർന്ന് ചില പണം സ്വരൂപിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ 20,000. സങ്കടകരമാണ് മിഥുൻ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ. കാരണം സർക്കാർ ആശുപത്രി ആശ്രയിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ മനസ്സിൽ സർക്കാർ നോക്കിക്കോളും തങ്ങളെ എന്ന വിചാരമാണ്. നികുതി പണം അതിനായി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ നാട്ടുകാരിൽ നിന്നൊക്കെ പിരിവെടുത്ത പാവങ്ങൾക്ക് അവരുടെ അസുഖത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് പുറത്തുനിന്ന് വാങ്ങി മെഡിക്കൽ കോളേജുകളിൽ ചിലവാക്കേണ്ടി വരുന്നത്. സങ്കടകരമായ അവസ്ഥയാണ്.